ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് റോ മാംഗോ കോക്കനട്ട് ചമ്മന്തി. അതിന് വേണ്ടുന്നത് ഓഫ് കോഴ്സ് കോക്കനട്ട് വേണം, എന്നിട്ട് റോ മാംഗോ വേണം. റോ മാംഗോ എത്ര പുളിപ്പുണ്ടോ അതനുസരിച്ച് ആഡ് ചെയ്യണം. അധികം പുളി ഉണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട, കുറച്ച് ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കോക്കനട്ട് റോ മാംഗോ ഇട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ആഡ് ചെയ്യുക. ഇഞ്ചി ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്യണം. ചെറിയ ഉള്ളി, അത് കഴിഞ്ഞ് പച്ചമുളക് ആഡ് ചെയ്യുക. പച്ചമുളക് ഇട്ടതിന് ശേഷം ഉണക്കമുളക് പൊടി ഇടുക. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടത്തില്ല, ഓക്കെ, വെറും മുളക് പൊടിയാണ് ഇടുന്നത്. മുളക് പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അധികം അരയരുത്, ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കരിവേപ്പില ഇടുക. കരിവേപ്പില ഇട്ട് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ, ചമ്മന്തി റെഡി. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കോക്കനട്ടും ആ മാങ്ങയിലുള്ള വെള്ളം വെച്ചാണ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കളിമീൻ പൊരിച്ചാലോ? കണ്ടില്ലേ, നമ്മൾ നല്ല അടിപൊളി ഫ്രഷ് കളിമീൻ കിട്ടി. അത് നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുക്കുന്നു. ഇതിൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഈ പൊരിച്ച മീൻ്റെ മസാല എങ്ങനെയാണ് എടുക്കേണ്ടത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി നമുക്ക് മോരും ചമ്മന്തിയും ക്യാബേജ് തോരനും പപ്പടവും പൊരിച്ച മീനും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉച്ചഭക്ഷണം ആയാലോ? മോരിൽ കിടക്കുന്ന ഈ ഉണങ്ങിയ മുളകില്ലേ, ഉണക്കമുളക്, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചോറിൻ്റെ പുറത്ത് ഒഴിക്കുക. കുറച്ചും കൂടി എരി വേണമെങ്കിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ചമ്മന്തി ട്രൈ ചെയ്യാം. ചമ്മന്തിയും വെളുത്ത ചോറും ഇട്ട്, അതായത് ഇത് ചുമന്നരിയാണേ, എൻ്റെ ഫേവറേറ്റാണിത്. ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഒരു ഉരുള വായിൽ വെക്കുമ്പം എൻ്റെ ദൈവമേ നിർത്താൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ചമ്മന്തി എടുക്കാം അല്ലേ? കുറച്ചുകൂടെ ചമ്മന്തി എടുക്കുന്നു, മിക്സ് ചെയ്യുന്നു, വീണ്ടും കഴിക്കുന്നു. ആഹാ, ആ സ്വാദ് എൻ്റെ മുഖത്ത് കണ്ടില്ലേ, ആ ചിരിയും ആ കണ്ണിലുള്ള തിളക്കത്തിൽ മനസ്സിലാവുന്നില്ലേ? അടിപൊളി സ്വാദാണ്. നമുക്കിനി കുറച്ച് ക്യാബേജ് ട്രൈ ചെയ്യാം. ക്യാബേജ് ആണെങ്കിൽ ഞുരുഞ്ഞുരാന്ന് അരിഞ്ഞിട്ട് ഭയങ്കര ചെറുതായിട്ട് നല്ല അടിപൊളിയായിട്ട് കൈ കൊണ്ട് അരിഞ്ഞ ക്യാബേജാണ്. മല്ലി നല്ല സൂപ്പറായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു വായ വെച്ചിട്ട് മുഴുക്കുന്നില്ല, ടേസ്റ്റ് നന്നായിട്ടുള്ളതുകൊണ്ട് വീണ്ടും അടുത്ത വായ നമ്മൾ വെച്ചു. അങ്ങനെ കഴിച്ചു. എന്തായാലും അടിപൊളി ഭക്ഷണമായിരുന്നു. നമുക്കിനി മോര് കഴിച്ച് നോക്കാം കേട്ടോ. മോര് ആ ചിരി കണ്ടില്ലേ, മോര് കഴിച്ച പാട് തന്നെ മൈ ഗോഡ്, അതിൻ്റെ ഫ്ലേവർ സൂപ്പറായിരുന്നു. ഭയങ്കര റിച്ച് ഫ്ലേവറും തിക്കായിരുന്നു കറി. തേങ്ങ ഇട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല, ഇതൊരു വേറെ തന്നെ ഒരു ഫ്ലേവറാണ്. അതിൻ്റെ കൂടെ കളിമീൻ പൊരിച്ചത് സൂപ്പർ ടേസ്റ്റായിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. അങ്ങ് എൻജോയ് ചെയ്തു. കളിമീനും മോരും ചമ്മന്തിയും ക്യാബേജ് തോരനും പപ്പടമൊക്കെ ആയിട്ട് ഉച്ചഭക്ഷണം അങ്ങ് ബഹുഖേമായി. അത്രയേ ഉള്ളൂ. എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.